പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഒരു സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചമ്മന്തി ഒരാൾ അയച്ചു തന്നതാണ് കേട്ടോ. ചമ്മന്തി അയച്ചു തന്നല്ല, ചമ്മന്തിയുടെ ഇത് എഴുതിയത് റെസിപ്പി അയച്ചു തന്നാണ്. ഒന്നല്ല അയച്ചു തന്നിട്ടുള്ളത് ഈ മത്തങ്ങയിൽ നമ്മുടെ മത്തങ്ങയുടെ ഉള്ളിലത്തെ ചോറുണ്ട്. ഇവിടെ ചോറ് എന്ന് പറയട്ടെ, മത്തങ്ങയുടെ ഉള്ളിലത്തെ കാമ്പ് എന്ന് പല സ്ഥലങ്ങളിലും പല മാതിരിയാണ് പറയുക. നമ്മളിവിടെ മത്തങ്ങയുടെ ഉള്ളിലത്തെ ചോറ് എന്ന് പറയും. ഈ ചോറുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. ഇത് അയച്ചു തന്നിട്ടുള്ള ആളെ പേര് എന്താണ്? പറയാതിനി വയ്യ. അല്ലല്ല, വെറുതെ പറയാതിനി വയ്യ എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത് അവിടെ. പറയാതിനി വയ്യ, പറയാനും വയ്യ, ആരാധ്യം പറയും, ആരാധ്യം പറയും. ഞാൻ പോളിടെക്നിക്കിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമയിലത്തെ പാട്ട്, സംസ്ഥാന പാട്ട് കിട്ടിയിട്ടുള്ള പെൺകുട്ടിക്ക് ആ പാട്ട് മഴ എന്ന് പറഞ്ഞ സമയത്ത് പാട്ട് ഫീലാ പാട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. മത്തങ്ങയുടെ ഉള്ളിലത്തെ ചോറ് എടുക്കാൻ പോകണം കേട്ടാ. നമുക്ക് ആവശ്യത്തിന് കുരുവൊക്കെ ഇടുന്നുണ്ട് കേട്ടാ. കുരുമൂത്താലൊന്നും കുഴപ്പമില്ല. കുരുമൂത്താലാണ് അതിൻ്റെ ടേസ്റ്റ്. ഞങ്ങളിത് ഉണ്ടാക്കി നോക്കി, എന്നിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം സാധനം സൂപ്പർ. നമ്മൾ ഇത്രയ്ക്കാണ് എടുത്തോണം കേട്ടാ. ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം. ഇതിലിട്ടിട്ട് നുറുക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പാലേക്ക് നുറുക്കണില്ല, അത് പിച്ച് ചീന്തിയാലും മതി. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ടാണ് ഇത്രയ്ക്കാണ് എടുത്തോണത്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇത് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്, അതിലും അല്പം കൂടി കൂടുതൽ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതിന് ഇതേ ഒരു 14 വറ്റമുളക്, പിന്നെ 2 ടീസ്പൂൺ കടലപ്പരിപ്പ് കഴുകിയത്, കുറച്ച് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം കോൽപ്പുളി, പിന്നെ ഒരു കതി വേപ്പില, ഒരു 5-8 ഉള്ളി ഇതിങ്ങനെ അരിഞ്ഞത്, പിന്നെ ഒരു 3-4 ടീസ്പൂൺ നാളികേരം ചെരിക്കുന്നത്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, പാത്രം ചൂടായി. അപ്പോൾ അതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആദ്യം മിളക്, ഒരു 14 മിളക് കേട്ടോ, മുഴുവൻ മിളക് ഇതിലേക്ക് ഇട്ടു. അത് വറുത്ത് പോയിരുന്നു. ഇതെടുക്കാം കേട്ടോ നമുക്ക് കോരി. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കടലപ്പരിപ്പ് കേട്ടോ. ഇത് കഴുകിയ കടലപ്പരിപ്പാണ്. പരിപ്പ് അങ്ങനെ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ഇടരുത്, കഴുകിയിടാം. ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ കോരാൻ സൗകര്യത്തിനെ കയ്യിൽ മാറ്റിയിരുന്നു. അത് വറവായി. അപ്പോൾ നമ്മളിത് എടുക്കുന്നു. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത്, പിന്നെ നമ്മുടെ മത്തങ്ങ ഇങ്ങനെ പിച്ചി ചെയ്ത്, ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല മണല്ലേ. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇതിൽ ഈ സമയത്ത് ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം. ഈ വഴറ്റണയിൽ അതൊക്കെ ഇട്ട് ചേർക്കാം, വഴറ്റാട്ടാ. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. അത് നമ്മൾ ഒരു വട്ടം ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കാം എന്ന് നമ്മൾ സ്വയം കണ്ടെത്താം. ഞങ്ങള് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നോക്കി, നല്ല ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചു. ഇതിലത്തെ മത്തങ്ങയുടെ കുരും ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കതിരി വേപ്പില ഇടാം. ഇപ്പോൾ തന്നെ നല്ല ഒരു മണാട്ട വരുന്നത്. ചമ്മന്തിയുടെ മണമെന്നല്ല, ഇപ്പോൾ അത് നന്നായി ഇന്ന് മൂത്തു കേട്ടോ. നന്നായി ക്രിസ്പിയാ വലിയ, എന്നാലും നന്നായി മൂത്തു. അപ്പോൾ നമുക്കിത് ഈ മുന്നെടുത്ത സാധനത്തിലേക്കില്ലേ അരിക്കാണ്ട് കോരിടാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഇതിലേക്ക് ഒരു പിടി നാളികേരം, അതായത് 3-4 ടീസ്പൂൺ നാളികേരം ഉണ്ടാവും കേട്ടോ, ചെറിയത്. പിന്നെ പുളി, പിന്നെ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. നമ്മൾ ചമ്മന്തി അരച്ചു കൊണ്ടു കേട്ടോ. ഇത്
തമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേപ്പില ഇവിടെ ഭംഗി വെച്ചു എന്നുള്ളട്ടെ. വേപ്പിലേക്ക് പ്രാധാന്യമൊന്നുമില്ല ചേട്ടാ. നല്ല ചിരട്ടര ഷേപ്പിൽ നല്ല ഭംഗിയിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇത് ചോറിൽ കൂട്ടി കഴിക്കാനാണ് ടോപ്പ് സാധനം. ഞങ്ങൾ ചോറിൽ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ സമയം കണ്ടില്ലേ 4:30 കഴിഞ്ഞു. കഞ്ഞിരിക്കും ടോപ്പാണ് സാധനം. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊരു കഴിക്കാൻ പറ്റാ, വെറുതെ അങ്ങനെ തന്നെ ടീസ്പൂൺ എടുക്കണ്ടേ. നല്ല ഇഷ്ടമായ ചമ്മന്തിയായിരുന്നു. ഷോക്ക് അടിച്ച പോലെ അതിൻ്റെ സാധനം നമ്മളത് ഉണ്ടാക്കി നോക്കിയതിനേക്കാൾ രസമുണ്ട് ഇത് ഇല്ലേ. ജഗുരി ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്, അത് വേണം എടുക്കണം കൊണ്ടുപോകാൻ. ഇഡ്ഡലി ഇട്ടിട്ട് ഇഡ്ഡലി കഴിക്കാൻ പറ്റുമെന്ന് അറിയണല്ലോ അല്ലേ. ഞാൻ എടുക്കട്ടെ എടുത്തിട്ട്. ഇത് അതിനേക്കാളും ഞങ്ങളുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മിളക്, ഉള്ളി, കടലപ്പരിപ്പ്, മത്തങ്ങര, ചോറ് ഇതൊക്കെ കൂടിയിട്ട് ആണ് ആദ്യം ഈ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചത്. ഇതിൽ നമ്മൾ അപ്പം മിളക് അധികം മൂത്തില്ലേ ശരിക്കും. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് മിളക് ആദ്യം മൂപ്പിച്ചു, പിന്നെ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിച്ച കാരണം ഉള്ളിയും മത്തങ്ങയും പിന്നെ ഒരുമിച്ചാണ് ചെയ്തത്. അതായിരുന്നു അതുകൊണ്ട് ഇതിന് ഒത്തിരി ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. ഇഡ്ഡലി ഇതേ ഒരു പാത്രം ഇഡ്ഡലി കൊണ്ടുണ്ട് സരിത. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഇടയ്ക്കിടയ്ക്ക് കറി വേണമെന്നില്ല, ഒത്തിരി സാമ്പാറുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ചിങ്ങനെ എടുക്കുക, അത് മുക്കി വെക്കി ചെയ്തു. ഇതെന്തായാലും ഞാൻ കഴിക്കാനുള്ളോ ഒട്ടിച്ചേക്ക് കഴിച്ചേക്ക്, ആ പാൻ കടിച്ചേക്ക്. നീ പറയൂ. രസല്ലേ? ചട്നിയുടെ ആവശ്യമില്ല, ഈ ചമ്മന്തി മാത്രം മതി ഇഡ്ഡലി കഴിക്കാൻ അല്ലേ. കിടില ചമ്മന്തി. ഇഡ്ഡലിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടാ ചമ്മന്തി. അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഞ്ഞിയുടെ ഒപ്പം മാത്രമല്ല ഇഡ്ഡലിയുടെ കൂടി ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം. അങ്ങനെ ഇഡ്ഡലിക്ക് നമ്മൾ ചമ്മന്തി പൊടി ഉണ്ടാക്കില്ലേ, അത് വേറിട്ട് പൊടിയില്ലേ, ഇതങ്ങനെയല്ലോ. അല്ല അതിൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വെച്ചൊന്ന് ചാലിക്കുമല്ലോ. ഇതങ്ങനത്തെ ഞാനും ചമ്മന്തിയില്ലേ, ചമ്മന്തി നമ്മുടെ സാധാരണക്കാരെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവരെ ഒരു മെയിൻ സാധനമായിരുന്നു 3 നേരം പണ്ട് കാലത്തുകളിൽ. 1980 കാലഘട്ടങ്ങളിലൊക്കെ മെയിനായിട്ട് എല്ലാ വീട്ടിലും ഈ കോരിപ്പലക, ചമ്മന്തി പലക ഒക്കെ ഉണ്ടാവും. ഇത് ഈ ചമ്മന്തി കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെയായിരുന്നു. അപ്പോൾ ഊട്ടുകമ്മിൽ പണിക്ക് പോയിരുന്ന ടൈമിൽ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ പണിക്ക് പോകുന്നതാണ്. അപ്പോൾ അവൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിട്ട ഒരു ചെറിയ വീട്, സൈഡൊക്കെ ചാണം മെഴുകി, ചുമരൊക്കെ ചാണം മെഴുകി, അടി ചാണം മെഴുകി, മിറ്റൊക്കെ ചാണം മെഴുകി, അങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിലുള്ളവർ. അപ്പോൾ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിൽ വരും. അപ്പോൾ അത്യാവശ്യം ചോറൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന, അത് പണിക്ക് പോണ കാരണം കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക തല ഉണ്ട് ചെറുതായിട്ട് അങ്ങനെ. അപ്പോൾ ഇവൻ്റെ അനിയനും പണിക്ക് പോകുന്നതാണ്. വൈകുന്നേരം ആകുമ്പോൾ പണി കഴിഞ്ഞിട്ട് ഒരു ദിവസം പണി കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇവർക്ക് 2 പേർക്കുള്ള ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ കാലാണ് കേട്ടോ, ബൾബ് കണ്ടുപിടിച്ചിട്ടില്ല അവിടെ നിന്നും. അങ്ങനെ ഇവർ 2 പേരും അങ്ങോട്ട് ചോറിനായിരുന്നു നോക്കിയപ്പോഴുണ്ട് അനിയൻ്റെ ഒരു മീൻ വറുത്തതിൻ്റെ ഒരു ഇത് കിടക്കണം. നല്ലൊരു കരിമീൻ വറുത്ത പോലത്തെ നല്ലൊരു മീൻ വറുത്തത്. ഇവ അപ്പം തന്നെ അമ്മേനെ വിളിച്ചു, അമ്മ എനിക്കില്ലേ മീൻ വറുത്തതാ, അവന് മീൻ വറുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നീ എനിക്ക് അപ്പോഴേക്കും അമ്മ അത് ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നപ്പോഴേക്കും ഇവർ 2 പേര് ഈ മീൻ വറുത്തതന്നെ അങ്ങോട്ട് കൈ, മീൻ വറുത്താൻ പറ്റില്ല, അങ്ങോട്ട് കൈ അങ്കിളി ഇടി കൂടി ചുട്ടടി. സംഗതി ഒന്നും അല്ലാണ്ടായത്, ആ മീൻ വറുത്തൊന്നും അല്ലായിരുന്ന അത് ഈ ചോറ് ഈ ചുമരിൻ്റെ സൈഡിലാണ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചുമരുമെന്ന് ഒരു ചാണത്തിൻ്റെ ഒരു ആടുന്നത് ശരിക്കും മീനിൻ്റെ പോലുള്ള രൂപത്തിൽ മറ്റേ ചോറിൽ വീണെടുക്കുക. ഈ മണ്ണെണ്ണേരെ നേരിയ വെളിച്ചത്തിൽ ഇവർക്ക് തോന്നി ചുട്ടടി കൂടി. അങ്ങനത്തെ അല്ല, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊന്നല്ല, പക്ഷെ ഒരു ദാരിദ്ര്യകാല ഒരു ഓർമ്മ കൊതിയോട് കൂടിയിട്ടേ. കാരണം മീൻ വറുത്ത് കിട്ടാന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ഒരു സംഗതിയാണ്.
അന്നൊക്കെ അങ്ങനെ. പിന്നെ ഈ ചമ്മന്തിക്ക് നമുക്ക് വേറെ വല്ല കഥകളൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മുടെ വീട്ടിൽ ചമ്മന്തി അരയ്ക്കും. ചില സമയത്ത് നമ്മുടെ കോരിവലയിൽ ചമ്മന്തി ഒതുങ്ങില്ല. കാരണം കണ്ടമാനം ചോറുണ്ണ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് കോരിവലയിൽ ഒതുങ്ങണ്ടാകുമ്പോൾ അമ്മ അമ്മീമിട്ടുള്ള അരയ്ക്കുക. അമ്മീമിട്ട് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ ചമ്മന്തി കഞ്ഞി ചോറ് ഉണ്ണുമ്പോൾ ചമ്മന്തി തീർന്നിട്ടുണ്ടെങ്കിൽ ആ ചോറും കൊണ്ടിട്ട് ബാക്കിയുള്ള ചോറും കൊണ്ടിട്ട് അമ്മീം കൊണ്ടിട്ടിട്ട് അതിലിട്ടിട്ട് ആകെ ഒന്ന് പരട്ടും. എന്നിട്ട് വടിച്ചെടുത്തിട്ട് അത് ഉണ്ണും. അതെന്തിട്ടെന്ന് പറയാം, ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ ആ അമ്മീമലത്തെ ചമ്മന്തിനെ. അപ്പൊ ചോറ് പോയിട്ട് അതും ഇട്ടിട്ട് ഉണ്ണും. അതിന് ഭയങ്കര അമ്മീമിട്ട് പെരട്ടിട്ട് അവിടെ നിന്നിട്ട് തന്നെയാണ് വാരുണ്ണ. അത് നല്ല രസമാണ്. മീൻചട്ടിയിൽ ചോറിനെന്ന് പറയില്ലേ, മീൻചട്ടിയിൽ ചോറ് മഴക്കി ചോറിനെന്ന് അതുപോലുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ജഗുവിന് ഇഷ്ടായ ചമ്മന്തി. അപ്പൊ ഇത് അയച്ചു തന്നിട്ടുള്ള നമ്മുടെ ആരാദ്യം പറയില്ലേ, അതല്ലേ പേര് പറഞ്ഞോട്ടാ, പേര് സ്ഥലമൊക്കെ കമന്റ് ചെയ്തോളൂ. പറയാതിനി വയ്യ, അതല്ലേ പറഞ്ഞ പറയാതിനി വയ്യ എന്ന് പറഞ്ഞ ആൾക്ക് വളരെ നന്ദി. ഇത്ര നല്ല ചമ്മന്തി നമുക്ക് യൂട്യൂബിലൂടെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയതിന് ഭയങ്കരമായിട്ടുള്ള വലിയൊരു നന്ദിട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുവരെ നന്ദി, നമസ്കാരം.